കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 5 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഹൃദയസ്പർശിയായ ഒരു വചനഭാഗമാണ് ആദ്യ വായനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല, അവര് നന്മയെ ചെയ്തിട്ടുള്ളൂ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി, അവള് പ്രവചിക്കാനുള്ള ഒരു കൃപ അതിലൂടെ കിട്ടി. പരിശുദ്ധാത്മാവ് മാത്രമല്ല കേട്ടോ, അശുദ്ധാത്മാവ് കയറിയാലും അത്ഭുതങ്ങൾ നടന്നേക്കാം, കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറ്റിയേക്കാം. അതിൻ്റെ പേരിൽ അവരുടെ പുറകെ ഓടിയാൽ നമുക്കാണ് തെറ്റുപറ്റാൻ പോവുക, നമുക്കാണ് നാശം വരാൻ പോവുക. അതുകൊണ്ടാണ് ഇതേത് സോഴ്സ്, ഉറവിടത്തിൽ നിന്ന് വരുന്നതാണ് ഈ അത്ഭുതം, അസാധാരണമായിട്ടുള്ള ഈ സിദ്ധി എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു വിവേകം അത് നമുക്കുണ്ടാകണം. ഈ പെൺകുട്ടിയെ വെച്ച് മുതലെടുത്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. പൗലോസും സീലാസും ഇവളെ കണ്ടപ്പോൾ മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ് ഇവളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അശുദ്ധാത്മാവിനെ ശാസിച്ചു വിട്ടുപോയി. അവൾക്ക് സന്തോഷമായി. പക്ഷെ അവളെ വെച്ച് മുതലെടുത്തുകൊണ്ടിരുന്നവർക്ക് കലിപ്പായി. അതുകൊണ്ടാണ് അവര് കള്ളക്കേസുണ്ടാക്കി ഇവരെ അകത്തിട്ടു. നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ചെയ്ത തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കലിപ്പാണ്. അപ്പം ചെയ്യാത്തൊരു തെറ്റോ? വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 3:17, നന്മ ചെയ്തിട്ടും കഷ്ടത അനുഭവിക്കേണ്ടി വന്നേക്കാം. അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് എടുക്കേണ്ട പോലെ നമ്മൾ എടുക്കണമെന്ന് നമ്മൾ കാണുന്നു. ഈ ഫിലിപ്പിയിൽ ഇങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സഹനം പൗലോസിനും സീലാസിനും വന്നെങ്കിലും അവരുടെ കൂടെ ദൈവം നിന്ന് അവരുടെ ദൗത്യം നിറവേറ്റി മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. യെശയ്യാ 30-ാം അധ്യായം 20-21 വചനങ്ങൾ അറിയില്ലാത്ത ആരാ ഉള്ളത്? ഒന്ന് ജീവിക്കാൻ തയ്യാറായാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നേക്കാം, പക്ഷെ നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, മുമ്പോട്ട് നയിക്കുവാൻ, നമുക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. മാത്രമല്ല, സഹനത്തിൻ്റെ നടുവിലാണേലും ദൈവത്തെ ഒന്ന് കാണാൻ പറ്റിയ, ദൈവത്തെ ഒന്ന് കേൾക്കാൻ പറ്റിയ, അതിന് സഹനമാണ് കാരണമായതെങ്കിൽ പോലും അത് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. സങ്കീർത്തനം 119-71 വായിക്കുമ്പോൾ സങ്കീർത്തകൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്നുള്ളത്. ഇന്നത്തെ ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ റോമാലേഖനം
12-ാം അധ്യായം 21-ാമത്തെ വചനം വായിച്ചാൽ, തിന്മ കൊണ്ടൊരിക്കലും തിന്മയെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല, നന്മ കൊണ്ടേ തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റും. ഇത് പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിയ വിശുദ്ധ മോനിക്ക, അവളുടെ കുടുംബത്തിലുണ്ടായിരുന്നവര് തിന്മ ചെയ്തപ്പോഴും അവള് നന്മ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബാക്കി 4 പേരെ മരിക്കും മുമ്പ് ദൈവത്തിലെത്തിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക. നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റും. പൗലോസും സീലാസും അവിടെ സഹനത്തിൻ്റെ നടുവിലും പ്രാർത്ഥിക്കാൻ തയ്യാറായി, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായി. അവിടെ അത്ഭുതം നടന്നു. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയതിനെക്കുറിച്ചും കൈകാലുകളിലെ ചങ്ങലകൾ പൊട്ടി വീണതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കേട്ടതാണ്. നല്ല പ്രാർത്ഥനയുടെ ആ ഒരു സാഹചര്യത്തിലാണ് അത്യത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ ആരെങ്കിലും ആയിരുന്ന പൗലോസിൻ്റെയും സീലാസിൻ്റെയും സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ കാരാഗ്രഹം ഇളകി, വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു, ഇത്രയും സംഭവിച്ച ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഒരു 2 പേരും അത് ചെയ്തില്ല. ചെയ്തെങ്കിൽ ആ കാരാഗ്രഹം സൂക്ഷിപ്പുകാരനും കുടുംബാംഗങ്ങളും ഉണ്ടാകില്ലായിരുന്നു. അവന് കുത്തിച്ചാകും. ആ മരിച്ചെന്ന് കാണുമ്പം ബാക്കിയുള്ളവരും വേണേ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇവർ വിട്ടുപോകാതിരുന്നതുകൊണ്ട് എന്താ സംഭവിച്ചേ? അവരെ ആ കുടുംബം മുഴുവൻ മാനസാന്തരപ്പെടുന്നു. ഈ പൗലോസിനെയും സീലാസിനെയും പ്രഹരിച്ച അവർ തന്നെ അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നു. ശത്രു മിത്രമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഇതാണ് നന്മയിലൂടെ നമുക്ക് സാധ്യമാകുന്നത് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കാം. ഈ ഒരു കാഴ്ചപ്പാട് എടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.